ദിവ്യയെ കണ്ണിന് കണ്ടുകൂടാത്ത മന്ത്രി രാജൻ കിട്ടിയ അവസരം ഉപയോഗിച്ചു. ദിവ്യയെ സംരക്ഷിക്കുന്ന കൂട്ടരാണ് സഭയിൽ ഇരിക്കുന്ന ഇടത് നേതാക്കളിലേറെയുമെന്ന് രാജൻ അറിയാം. അവർക്ക് കരണം പുകച്ചു കൊടുത്തു അദ്ദേഹം. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് മന്ത്രി പറയാതെ പറഞ്ഞു. CPI-കാരനായ രാജൻ തങ്ങൾക്കിട്ട് പണിഞ്ഞതാണെന്ന് CPM-കാരുടെ രോദനം. ഇപ്പോൾ സൈബർ കമ്മികൾ CPM-കാരെല്ലാവരും മന്ത്രി രാജനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതായി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മുൻപിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരാതിപ്പെട്ടിട്ടില്ല എന്ന് മന്ത്രി രാജൻ വ്യക്തമാക്കിയത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്നാണ് ലഭ്യമായ തെളിവുകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ജോയിന്റ് കമ്മീഷണർ കണ്ടെത്തിയതെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. T സിദ്ദിഖ്, K ബാബു, TJ വിനോജ്, സനീഷ് കുമാർ ജോസഫ് എന്നിവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായാണ് മന്ത്രി ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. മറുപടിക്കൊപ്പം പതിവില്ലാതെ അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ച വിശദീകരണ കുറിപ്പ് അനുബന്ധമായി ചേർക്കുകയും ചെയ്തു. പെട്രോൾ പമ്പിന് എതിർപ്പില്ലാ രേഖ നൽകുന്നതിൽ ADM-ന്റെ ഭാഗത്ത് കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തിയതായി മന്ത്രി പറഞ്ഞു. ADM-ന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യ ക്ഷണിക്കാതെ കയറി ചെല്ലുകയായിരുന്നു. ചടങ്ങ് തുടങ്ങാറായോ എന്നറിയാൻ കളക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ദിവ്യയുടെ CA അന്നേ ദിവസം പലതവണ വിളിച്ചിരുന്നു. പ്രാദേശിക ചാനലെത്തി പരിപാടി ചിത്രീകരിച്ചതും ദിവ്യ ആവശ്യപ്പെട്ടിട്ടാണ്. ചടങ്ങിന് ശേഷം നവീൻ ബാബു മാനസിക സമ്മർദ്ദത്തിലും വിഷമത്തിലുമായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് വിശദമായ പോലീസ് അന്വേഷണം ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടാൽ റിപ്പോർട്ടിലെ എല്ലാ രേഖകളും മൊഴികളും കൈമാറുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. അത് PP ദിവ്യയ്ക്കിട്ടുള്ള ഒരു കുരുക്ക് തന്നെയായിരുന്നു. അതായത് എല്ലാ തെളിവുകളും കൈമാറുമെന്ന് തന്നെയാണ് മന്ത്രി രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സമയം CPM നേതാക്കൾ എല്ലാവരും അമർഷം കടിച്ചമർത്തിയിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് പോലും ഒരക്ഷരം ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. നവീൻ കേസിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഏകദേശ ധാരണയുണ്ട്. വിഷയം CPM-നെ പൊള്ളിക്കുന്നതാണ്. അതുകൊണ്ട് വിവാദം എങ്ങനെയെങ്കിലും കെട്ടടങ്ങണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം. എന്നാൽ മന്ത്രി രാജൻ നിയമസഭയിൽ തന്നെ വിഷയം അവതരിപ്പിച്ചതും ദിവ്യയുടെ കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞതും CPM-ന് പണിയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതൊക്കെ CPM-നെ തിരിഞ്ഞുകൊത്തും. പ്രത്യേകിച്ച് നവീൻ ബാബു കേസിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും 2 പെൺമക്കളുടെയും ഒപ്പമാണ് കേരള സമൂഹം. PP ദിവ്യയെന്ന് കേട്ടാലേ കേരളത്തിലെ പെണ്ണുങ്ങൾ ചൂലെടുക്കും. കമ്മിണിയെ കണ്ണൂരിന് പുറത്തു കണ്ടാൽ ഉശിരുള്ള പെണ്ണുങ്ങൾ കൈവയ്ക്കും. നവീനെ കുടുക്കാൻ കമ്മികൾ ഉണ്ടാക്കിയെടുത്ത തെളിവുകളെല്ലാം ബൂമറാങ് പോലെ ഇപ്പോൾ തിരിച്ചടിക്കുകയാണ്. ദിവ്യ CM ഓഫീസിനെ കരുവാക്കി നടത്തിയ നാടകവും മുൻപ് പൊളിഞ്ഞു വീണുവല്ലോ. നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ട കാര്യം പ്രശാന്തൻ CM ഓഫീസിൽ പരാതിപ്പെട്ടുവെന്നും ദിവ്യയുടെ നിർദ്ദേശപ്രകാരമാണ് CM ഓഫീസിൽ പരാതി അയച്ചതെന്നും പ്രശാന്തൻ മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പരാതി പോലും CM ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്ന് ഓഫീസിൽ നിന്ന് തന്നെ പിന്നീട് വിവരം പുറത്തു വന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പരാതി നൽകിയെന്ന ദിവ്യയുടെ അടുത്ത നാടകവുമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. അതായത് നവീൻ ബാബുവിനെതിരെ ഇവർ ആർക്കും പരാതി കൊടുത്തിട്ടില്ല. നവീൻ ബാബുവിനെ കുടുക്കുന്നതിന് വേണ്ടി ഇവർ തന്നെ കൃത്യമായ ഒരു തിരക്കഥ ഉണ്ടാക്കി നടത്തിയ ആട്ടമാണിതെല്ലാം എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. നവീൻ കുറ്റക്കാരനല്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് മന്ത്രി K രാജനാണ്. അദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന ആളല്ലെന്ന് രാജൻ പറഞ്ഞിരുന്നു. പിന്നീട് നവീൻ ബാബുവിന് വേണ്ടി വാദിക്കുന്ന മന്ത്രി രാജനെ നമ്മൾ കണ്ടു. K രാജനെങ്കിലും നവീന്റെ കുടുംബത്തിനൊപ്പമുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു ജനങ്ങൾക്ക്. കണ്ണൂർ കളക്ടറെ മാറ്റാതെ ഞാൻ കണ്ണൂരിൽ കാലുകുത്തില്ലെന്ന ഉറച്ച ശബ്ദം നമ്മൾ മലയാളികൾ കേട്ടിരുന്നല്ലോ. അത് മന്ത്രി K രാജന്റേതായിരുന്നു. അന്ന് മലയാളികൾ ഒന്നടങ്കം മന്ത്രിക്ക് കൈയടിച്ചു, അദ്ദേഹത്തോടൊപ്പം നിന്നു. പിന്നീട് നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങിന്റെ അന്ന് ആ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന മന്ത്രിയെ നമ്മൾ കണ്ടു. നവീൻ ബാബുവിനെ പട്ടടയിലേക്ക് എടുക്കുമ്പോൾ തലയ്ക്കൽ പിടിച്ച രാജൻ നിയമ പോരാട്ടത്തിൽ ആ കുടുംബത്തിനൊപ്പം ഉണ്ടാകും എന്ന വലിയ പ്രതീക്ഷ നൽകി. നവീൻ ബാബുവിനെ ഒറ്റിക്കൊടുത്ത കളക്ടർക്കെതിരെ തീ പോലെ നിന്നത് മന്ത്രി രാജനായിരുന്നു. കളക്ടറെ മാറ്റാത്ത സർക്കാർ നിലപാടിനെതിരെ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. കണ്ണൂരിലെ ചില പരിപാടികളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു. ഇതെല്ലാം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു.
തെറ്റുതിരുത്തൽ ശക്തി എന്ന ആ പഴയ CPIയെ കേരളം കണ്ടത് രാജനിലൂടെയായിരുന്നു. എന്നാൽ പിന്നീട് മന്ത്രി രാജനും ഈ വിഷയത്തിൽ മൗനം പാലിച്ചു. രാജനെയും CPM വിലക്കെടുത്തോ, നവീന്റെ കുടുംബത്തെ മന്ത്രി രാജൻ ചതിച്ചോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നീട് ഉയർന്നു വന്നു. നവീൻ ബാബുവിനെ രാജൻ പച്ചയ്ക്ക് വഞ്ചിച്ചു എന്നുവരെ ഒരു ഘട്ടത്തിൽ ആരോപണം ശക്തമായിരുന്നു. എന്നാൽ അവസരം കിട്ടുമ്പോഴൊക്കെ ശക്തമായി താൻ പ്രതികരിക്കുന്നുണ്ടെന്ന് മന്ത്രി രാജൻ ഇപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ആ പരിപാടിയിലേക്ക് കൃത്യമായ ആസൂത്രണം നടത്തിയാണ് ദിവ്യ എത്തിയത്. പരിപാടിക്ക് മുൻപ് 6 മിനിറ്റിൽ 4 തവണ ദിവ്യ കളക്ടറെ വിളിച്ചിരുന്നു യോഗം തുടങ്ങിയോ എന്നറിയുന്നതിന് വേണ്ടി. വീഡിയോ ചിത്രീകരിക്കാനുള്ള ആളെയും കൂട്ടിയാണ് ദിവ്യ പരിപാടിക്ക് ചെന്നത്. അദ്ദേഹത്തെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ദിവ്യ ആളാകാൻ നോക്കിയെന്നതടക്കം കമ്പനിക്ക് കുരുക്കാകുന്ന റിപ്പോർട്ടാണ് റവന്യൂ വകുപ്പ് പുറത്തുവിട്ടത്. CPMന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ മന്ത്രി രാജന്റെ വകുപ്പ് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ട്. നിയമസഭയിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രി രാജൻ സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതാണ്. ദിവ്യ കുറ്റക്കാരിയാണ്, അവർ പറഞ്ഞത് കള്ളമാണ് എന്ന് മന്ത്രി തന്നെ തുറന്നടിച്ചിരിക്കുന്നു. കുറ്റക്കാർക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം നവീൻ ബാബുവിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഉറപ്പ് നൽകിയതാണ്. ഏതെങ്കിലും തരത്തിൽ ADM ഇത്തരത്തിൽ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് ആദ്യം പറഞ്ഞ വ്യക്തിയും മന്ത്രി രാജനായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ മാറ്റമില്ല. അതനുസരിച്ച് റവന്യൂ വകുപ്പ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അന്വേഷണത്തിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ അത് പച്ചയ്ക്ക് മാധ്യമങ്ങളോട് പറയും. അതിനകത്ത് പ്രയാസമുണ്ടാവില്ല. ഫയൽ നീക്കത്തിലെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെയാണ് അന്വേഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. നവീൻ ബാബുവിൻ്റെ മരണം വലിയ നഷ്ടവും ഏറെ ദുഃഖകരവുമാണ്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാതിയും ലഭ്യമല്ല. അത് വ്യക്തിപരമായ എൻ്റെ ബോധ്യമാണ്. പൊതുപ്രവർത്തകർ ഇടപെടലുകളിൽ പക്വത കാണിക്കണമെന്നും യാത്രയയപ്പ് വേളയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നടത്തിയ അഴിമതി ആരോപണത്തിൽ രാജൻ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു മറുപടി കൊടുത്തത്. അതായത് പൂർണ്ണമായും നവീൻ ബാബുവിനെ പിന്തുണച്ചുകൊണ്ട് ദിവ്യയെ തള്ളിപ്പറയുന്ന നിലപാട് മന്ത്രി രാജൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ് ഞാൻ നവീൻ ബാബുവിനൊപ്പം തന്നെയാണ് എന്നുള്ളത്. മന്ത്രി രാജന്റെ വെളിപ്പെടുത്തലുകൾ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അവർക്ക് ഇടതുപക്ഷത്ത് നിന്ന് തന്നെ പണി കിട്ടുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കും. നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന ആ യോഗത്തിലേക്ക് കയറി ചെന്ന് അന്ന് ദിവ്യ പറഞ്ഞ ചില വാക്കുകൾ ഉണ്ടായിരുന്നു. അത് ഒന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ജീവിതത്തിൽ കുറച്ചെങ്കിലും സത്യസന്ധത കാണിക്കണം. എൻ്റെ മുൻപിലിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്. അവിടെ ആ പരിപാടിയിൽ കയറി ചെന്ന് ഷോ കാണിച്ച ദിവ്യ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: നിങ്ങൾക്കെന്ത് യോഗ്യതയാണ് നവീൻ ബാബു എന്ന് പറയുന്ന ആ മനുഷ്യനോട് സത്യസന്ധത കാണിക്കണം എന്ന് പറയാൻ? നിങ്ങൾ എന്ത് സത്യസന്ധതയാണ് കാണിച്ചിട്ടുള്ളത്? നിങ്ങൾ ആ മനുഷ്യനെ അധിക്ഷേപിക്കുന്ന യോഗത്തിലേക്ക് കയറി ചെല്ലാൻ കാണിച്ചത് മുഴുവൻ കൃത്യമായ ആസൂത്രണമാണ്. അതായത് ഒരാളെ അപമാനിക്കുന്നതിന് വേണ്ടി കണക്ക് കൂട്ടി തയ്യാറാക്കി നിങ്ങൾ ചെന്നു. അതും അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിക്കാൻ ഇതുവരെ ഒരു വകുപ്പിനും, അന്വേഷണം നടത്തിയിട്ടുള്ള ഒരു വകുപ്പിനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെയാണ് നിങ്ങൾ സത്യസന്ധത പഠിപ്പിക്കാൻ ചെന്നത്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് സത്യസന്ധതയെക്കുറിച്ചൊക്കെ പറയാൻ മാത്രമുള്ളത്?